തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു ചർച്ച. അത്തരം സാഹചര്യത്തോട് എങ്ങനെ നോക്കിക്കാണുന്നു? മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, ഭൂരിപക്ഷ ന്യൂനപക്ഷ ഏകീകരണമാണ് നടന്നിട്ടുള്ളത്. രണ്ട് വഴിക്കും വിവിധ ജനവിഭാഗങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. ബി ജെ പിയും കോൺഗ്രസും ഒരു ഭാഗത്ത് ചില വിഭാഗങ്ങളുടെ ഏകീകരണത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ, മുസ്ലിം ലീഗ് മറ്റൊരു വിഭാഗത്തിൻ്റെ ഏകീകരണത്തിന് വേണ്ടി ശ്രമിച്ചു. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളുടെയും ഏകീകരണത്തിൻ്റെ ഫലമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏൽക്കേണ്ടി വന്നത്. ഈ പരാജയം താൽക്കാലികമാണ്. ഇവർക്കൊരിക്കലും തന്നെ അവർ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായി ഉണ്ട് എന്ന് പറയപ്പെട്ടിരുന്ന ബന്ധം, അതാണ് വ്യാപകമായി ദുരുപയോഗിച്ചത്. അതേ വെള്ളാപ്പള്ളി നടേശനെ UDF മന്ത്രിസഭയിലെ ഒരു അംഗം പോയി കാണുന്നു, ആദരവ് ഏറ്റുവാങ്ങുന്നു. അതിലൊന്നും യാതൊരു പ്രശ്നവും ആർക്കും ഇല്ല. അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹം BJP മുന്നണിയുടെ നേതാവാണ്. അദ്ദേഹം വന്ന് കാണുന്നു. യഥാർത്ഥത്തിൽ BJPയും UDFും തമ്മിലാണ് ഡീല് നടന്നത് എന്നുള്ളതിന് ഇതിൽ പരം തെളിവ് മറ്റെന്തു വേണം? ഒന്നാമതായി, ഈ രാജ്യത്ത് BJP ഒരിക്കലും ഡീല് നടത്താൻ മുതിരാതിരിക്കുന്ന പാർട്ടി ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അവരുമായിട്ട് പ്രത്യയശാസ്ത്രപരമായും പ്രായോഗിക രംഗത്തും രാഷ്ട്രീയ മേഖലയിലുമൊക്കെ തന്നെ ശക്തമായ വിയോജിപ്പുകൾ ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ് CPIM.